Hello guys, Sri here. Welcome back to another video and ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബുക്ക് റിവ്യൂ ഹൗ ടു ടോക്ക് ടു എനിവൺ ബൈ ലെയിൽ ലോവിൻസ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഐ ലവ് ദിസ് ബുക്ക്. ഞാൻ ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സത്യം പറയാമല്ലോ. അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ബുക്കിനെ കുറിച്ച് പറയാം. ഒന്നെന്ന് പറയുമ്പം ഈ ഓതർ എന്ന് പറയുന്നത് സ്പീച്ച് സ്പെഷ്യലിസ്റ്റാണ്. പുള്ളിക്കാരി തെറാപ്പിസ്റ്റാണ്, ഒരു സ്കൂൾ ടീച്ചറാണ്. ഒരുപാട് സ്റ്റുഡൻസിനെയും ഒരുപാട് ക്ലയൻസിനെയും എങ്ങനെ സംസാരിക്കണം, ഒരു ബിസിനസ് മീറ്റിങ്ങിനകത്ത് എങ്ങനെ പെരുമാറണം, ഹൗ ടു ഇംപ്രസ് സംബഡി, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉള്ളൊരു കിടിലം ഫീമെയിൽ എന്താ പറയുക ഓതറാണ് ലെയിൽ ലോവിൻസ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ പ്രോബ്ലി തെറ്റല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അതേപോലെ പറഞ്ഞിട്ട് തന്നെ പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ ബുക്കുണ്ട്, ഹൗ ടു മേക്ക് എനിവൺ ഫോൾ ഇൻ ലവ് എന്നൊക്കെ പറഞ്ഞു, ഹൗ ടു മേക്ക് പീപ്പിൾ ഫോൾ ഇൻ ലവ് ഇൻ 10 days അങ്ങനെ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള, അത് ഭയങ്കര സെൻസേഷണൽ ബുക്കാണ്. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് വായിക്കണം എന്ന് തോന്നി. ബിക്കോസ് ഇതിനകത്ത് ഓതറിൻ്റെ ദ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ച് ആദ്യമേ പറയാം. ഭയങ്കര അടിപൊളി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗാണ്. ഭയങ്കര അടിപൊളി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ നീച്ചയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ ടോൾസ്റ്റോയുടെയോ ഒന്നും വേണ്ട. നമ്മുടെ ജോർഡൻ പീറ്റേഴ്സൻ്റെയൊക്കെ ഒരു ഉപദേശം എഴുതി വെച്ചേക്കുന്ന രീതി വായിക്കണമെങ്കിൽ ചെറിയൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്തൊരു ഡിഗ്രി വേണം. അത്രയും കട്ടിയൊന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ടു ദ പോയിൻറ്റ്, സ്ട്രെയിറ്റ് ടു ദ സംഭവത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ ജസ്റ്റ് റെഫറൻസ് എക്സാമ്പിൾ വായിച്ചു തരാം. ക്രിയേറ്റ് ദ സെൻസേഷൻ ഓഫ് ഇൻറ്റിമസി വിത്ത് സംവൺ ഈവൻ ഇഫ് യു ഹവ് ജസ്റ്റ് met just moments before. Scramble the signals in their psyche by skipping conversational levels 1 and 2 and cutting right to the level 3 and 4. Elicit intimate feelings by using the magic word we, us and ours. Straight to the point. മനസ്സിലായോ? ഈ ചാപ്റ്ററിനകത്തൊന്നും പറയുന്നില്ല ഹലോ, ഹേയ്, സുഖമാണോ, എവിടെ നാട്, അതുപോലത്തെ കോൺവെർസേഷനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് ഒരാളുടെ സൈക്കിയിലേക്ക് സ്ട്രെയിറ്റ് ഇൻറ്റു പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ജമ്പ് ഇൻ ടു ദ ഡയറക്റ്റ് കോൺവെർസേഷൻ. എടാ, നമുക്ക് രണ്ടുപേർക്ക് ഒരു ചായ കുടിക്കാൻ പോയല്ലോ, അല്ലെങ്കിൽ നല്ല മഴ ഉണ്ടല്ലോ, നമുക്ക് തന്നെ മഴ നനഞ്ഞാലോ, അങ്ങനത്തെ ഫീലിങ്സ് ഇവോക്ക് ചെയ്യുന്ന കോൺവെർസേഷൻസും അങ്ങനത്തെ ഫീലിങ്സും ഇവോക്ക് ചെയ്യുന്ന കോൺവെർസേഷന് എന്താ പറയുക, ചാടിക്കടക്കാൻ പേടിക്കരുത്. ഇപ്പം പരിചയപ്പെട്ടൊരു 10 മിനിറ്റ് കോൺവെർസേഷൻ അതിനകത്തൊരു നല്ല ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അബൌട്ട് ദെയർ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് മെമ്മറി. അതെപ്പോഴും അവരുടെ സൈക്കിളെ ക്രാക്ക് ചെയ്യുന്ന, അവരെ ഭയങ്കര ക്ലോസ് ടു അസ് കണക്ട് ചെയ്യും. അതേപോലെ നമ്മുടെ പേഴ്സണൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര എന്താ പറയണ, അവരുടെ കണ്ണിൽ നമ്മൾ സ്പെഷ്യൽ ഗായിയോ ഗേളോ ആയിട്ട് തോന്നും. മനസ്സിലായി? അതുകൊണ്ട് കോൺവെർസേഷൻസ് ലെവൽ 2 ഓർ ലെവൽ 1 വെക്കാതെ ഡയറക്റ്റ്ലി പെനിട്രേറ്റ് ടു ദ ഇൻറ്റിമേറ്റ് സംഭവം. അതിനകത്ത് യൂസ് ചെയ്യേണ്ട വാക്ക് അസ്, നമ്മുടെ, അവർ, നമുക്ക്, ഒരുമിച്ച്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. മേക്ക് എ ഫീലിംഗ് ഓഫ് ടുഗദർനെസ് ആൻഡ് ബിലോങ്ങിങ്നെസ്. അതാ ബുക്ക് എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട്, നമ്മുടെ സൈക്കി, നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഗെസ്റ്റേഴ്സ്, നമ്മളൊരാളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, നമ്മളൊരാളെ എന്തുകൊണ്ട് എന്താ പറയണ, ഒരാളെ ഒന്ന് എടാ മോനെ നന്നായിട്ടിട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്, ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ എഫക്ട്സ്, അതുപോലത്തെ ചെറിയ ചെറിയ കോൺവെർസേഷണൽ ടിപ്സ്. എന്താ പറയണ, ആർട്ട് ഓഫ് സെഡക്ഷൻ വായിച്ചുള്ളവർക്ക് അറിയാം. അതിനകത്ത് ഒരാളെ സെഡ്യൂസ് ചെയ്യുന്നത് പ്രോബ്ലി ത്രൂ കോൺവെർസേഷൻസും സംസാരത്തിലും അതേപോലെ ചെറിയ ചെറിയ ഗെസ്റ്റേഴ്സിലാണ്. അതിൻ്റെ ഒരു കൺസൈസ്ഡ് വേർഷൻ ഓഫ് എന്താ പറയുക കോൺവെർസേഷനിൽ മാത്രം. ഇപ്പം ഒരാളിപ്പം ഇതിനകത്ത് പറഞ്ഞ കിടലൊരു ടിപ്പുണ്ട്. നമ്മളെപ്പോഴും വെയിറ്ററിനെയോ നമ്മളിപ്പോൾ ഒരാളെ ഒന്നൊരു ഗസ്റ്റർ കാണിക്കണം എങ്ങനെ, ജസ്റ്റ് അയാളെ നോക്കി ഐ കോണ്ടാക്ട് വെക്കുക. അപ്പം അയാൾ നമ്മളെ തിരിച്ച് നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി, എന്നിട്ട് ചിരിക്കുക. ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് ഹൈ ബ്രോ, ഹലോ എന്ന് പറയുന്നതിനെക്കാട്ടി എന്ത് ഇമ്പാക്റ്റ്ഫുൾ ആണെന്ന് നോക്കിയോ. ഹേയ്, ആ ഒരു വ്യത്യാസം കണ്ടോ? ഒരു 2 സെക്കൻഡ് ഐ കോണ്ടാക്ട് മേക്ക് ചെയ്തിട്ട് ചിരിക്കുമ്പം അവരുടെ ഒരു ഇൻറ്റിമേറ്റ് സൈക്കിയിൽ അത് കണക്റ്റ് ആവുന്നു. അതുപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ സ്മോൾ നീഷ് ടിപ്സ് കാര്യങ്ങളൊക്കെ ഈ ബുക്കിനകത്ത് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ആൻഡ് അതുകൊണ്ട് വേറൊരു സാധനം എന്ന് വെച്ചാൽ എന്താ പറയണ, കോൺവെർസേഷൻസിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടിപ്പാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോക്സി ഐസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊരു ടെക്നിക്കാണ്. അത് ഗൈസ്, അത് ഞാനിങ്ങനെ
പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അതുപോലത്തെ ഒരുപാട് ടെക്നീക്സും അതുപോലത്തെ ഒരുപാട് ഡീപ്പ് ഇൻ യുവർ സൈക്കിയിൽ ഇമ്പാക്ട്ഫുൾ ആക്കുന്ന കോൺവെർസേഷണൽ ടെക്നിക്കും ബേസിക്കലി ഈ ബുക്കിനകത്ത് പറഞ്ഞു തരുന്ന ഹൗ ടു ബിക്കം എ ബെറ്റർ കോൺവെർസേഷണലിസ്റ്റ്, ഹൗ യു ക്യാൻ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സും ആ ഒരു ഇമോഷൻസ് ഇവോക്ക് ചെയ്ത് അവരിൽ നമ്മുടെ കോൺവെർസേഷൻസ് എങ്ങനെ പെട്ടെന്ന് കണക്റ്റഡ് ആക്കാം എന്നൊരു സാധനമാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. ഈ ബുക്ക് 10 ഔട്ട് ഓഫ് 10 റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ഒരു നല്ല റീഡാണ്. നല്ല റീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജീനെ കോൺവെർസേഷൻസ് ഒക്കെ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നറേറ്റീവ് സ്കിൽസ് ഒക്കെ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു ബുക്ക് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. വായിക്കാൻ ഒരുപാട് കട്ടിയില്ല, പാരഗ്രാഫ്സ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. സ്റ്റോറി ബൈ സ്റ്റോറി അല്ലെ ചാപ്റ്റർ ബൈ ചാപ്റ്ററാണ് ലെസൺസ് കൊണ്ടുവന്നത്. ഓതറിൻ്റെ എക്സെപ്ഷണൽ ട്രാക്ക് റെക്കോർഡാണ്. ഇതൊരു ലെജൻഡറി ബുക്കാണ്. മില്യൺസ് ഓഫ് കോപ്പീസ് ഹാവ് ബീൻ സോൾഡ്. ആമസോണിൽ അവിടെ ഇടയ്ക്ക് 10-200 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാനൊക്കെ. സോ ഗൈസ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾ ഒരുപാട് പറഞ്ഞു വെറുപ്പിക്കാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാം. ഇറ്റ്സ് ശ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. ഹാപ്പി സൺഡേ.